ഈശോയിൽ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ താലന്തുകളുടെ ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരുവന് 5 താലന്തും ഒരുവന് 3 താലന്തും ഒരുവന് 1 താലന്തും നൽകിയ യജമാനന്റെ കഥ. ഏറ്റവും ഒടുവിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ നൽകിയ താലന്തുകളെ വർദ്ധിപ്പിച്ച് തിരികെ നൽകാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു യജമാനന്റെ കഥ. ഇന്ന് ഒക്ടോബർ 22-ാം തീയതിയാണ് സഭയില് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നേരുകയാണ്. തന്റെ ജീവിതത്തില് നൽകപ്പെട്ട താലന്തുകളെല്ലാം 10 മടങ്ങായിട്ട് ദൈവത്തിന് തിരികെ കൊടുത്ത വലിയൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ. അതുപോലെ തന്നെ ഈ വിശുദ്ധനെ പോലെ നമുക്ക് നൽകപ്പെട്ട താലന്തുകളെയും 10 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച് ദൈവത്തിന് തിരികെ ഏൽപ്പിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇത് തന്നെയാണ്. ദൈവം നിനക്ക് നൽകപ്പെട്ട താലന്തുകളുടെ കണക്ക് ദൈവം ചോദിക്കും എന്നുള്ളതാണ്. ആ താലന്തുകൾ കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് കർത്താവ് നിന്നോട് ചോദിക്കും, അല്ലെ? 5 താലന്ത് കിട്ടിയവനോട് അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. 3 താലന്ത് കിട്ടിയവനോടും അതുകൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. 1 താലന്ത് കിട്ടിയവനോടും അതുകൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ച 2 പേരും കൃത്യമായിട്ട് ചെയ്ത കാര്യങ്ങളും കൃത്യമായിട്ട് ബാക്കി വന്ന താലന്തുമെല്ലാം അവനെ ഏൽപ്പിക്കുമ്പോൾ 3-മതൊരുവൻ പറയണം, ഞാൻ അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. ആ സമയത്ത് ചെയ്യാമായിരുന്ന ഒരു സാധ്യതയെ കുറിച്ച് പോലും ഇദ്ദേഹം ആ ഭൃത്തിനോട് പറയുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇത് തന്നെയാണ്. നിനക്ക് ദൈവം താലന്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ താലന്തിന്റെ മേലുള്ള കണക്ക് നിന്നോട് ചോദിക്കും. അത് വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാനായിട്ട് നീ ബാധ്യസ്ഥനുമാണ് എന്ന ഒരു കാര്യം ഇന്നത്തെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ ജീവിതത്തിൽ എന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ താലന്തുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും അത് വർദ്ധിപ്പിക്കാനും അതിൻ്റെ വിശ്വസ്തതയുടെ കണക്ക് ദൈവത്തെ ഏൽപ്പിക്കാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.